Hello dear students, welcome back to Physics by Grace YouTube channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഷി റീമൻ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അത് വെച്ച് നമ്മൾ 3 പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകാൻ ആവശ്യമായിട്ടുള്ള നെസറി കണ്ടീഷൻസ് ആണ് കോഷി റീമൻ കണ്ടീഷൻസ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഫംഗ്ഷൻ കോഷി റീമൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം നമ്മൾ പറഞ്ഞു. ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ നമ്മൾ കോഷി റീമൻ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യണം. യൂണിവേഴ്സിറ്റി എക്സാമിന് വെച്ച് നോക്കുമ്പോൾ സാധാരണ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് കോഷി റീമൻ കണ്ടീഷൻസിൻ്റെ ഡെറിവേഷൻ. കോഷി റീമൻ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നാമതായിട്ട് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യണം. ആ കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാനുള്ള നെസസറി കണ്ടീഷൻസ് ആണ് കോഷി റീമൻ കണ്ടീഷൻസ് ആണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ. ഇതാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. ഇവിടെ ഈ സെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ സെഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് പ്ലസ് ഐ വൈനെയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, ഇതിന് ഡെറിവേറ്റീവ്സ് ഉണ്ട് എന്ന് തെളിയിക്കലാണ് നമുക്ക് ചെയ്യേണ്ടത്. എഫ് ഓഫ് സെഡിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എഫ് ഡാഷ് ഓഫ് സെഡ് എന്നാണ് പറയുക. എഫ് ഡാഷ് ഓഫ് സെഡ് എന്നുള്ളത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ സെഡ്. അതിന് നമ്മൾ ഡി എഫ് ബൈ ഡി സെഡ് എന്ന് എഴുതാറുണ്ട്. ഇവിടെ എഫ് ഡാഷ് ഓഫ് സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ സെഡ് കണ്ടുപിടിക്കാം. അതിന് ആദ്യം ഡെൽറ്റ എഫ് കണ്ടുപിടിക്കാം, പിന്നീട് ഡെൽറ്റ സെഡ് കണ്ടുപിടിച്ച് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. എഫ് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞ പോലെ യു പ്ലസ് ഐ വി ആണ്. ഓക്കെ, യു ഓഫ് എക്സ് വൈനെയാണ് ഞാൻ സിംപ്ലി യു എന്ന് എഴുതിയിട്ടുള്ളത്. വി ഓഫ് എക്സ് വൈനെ വി എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എഫ് എന്നുള്ളത് ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഐ ഡെൽറ്റ വി ആണ്. അതേപോലെ സെഡ് എന്നുള്ളത് നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സെഡിന് നമുക്ക് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ സെഡിനെ നമ്മളിവിടെ പറഞ്ഞ ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ സെഡിനെ നമുക്ക് ഡെൽറ്റ യു പ്ലസ് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡെൽറ്റ യു പ്ലസ് ഐ ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഇവിടെ ഐ ഉണ്ട്, ഐ ഡെൽറ്റ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നമുക്കിവിടെ ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ സെഡ് കിട്ടി. പക്ഷേ നമുക്ക് വേണ്ട കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ, കോംപ്ലക്സ് ഫംഗ്ഷൻ എന്നുള്ളത് എഫിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മളിതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ ലിമിറ്റ്, അപ്പോൾ ഞാനിങ്ങനെ എഴുതാം, എഫ് ഡാഷ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z tends to 0, delta z tends to 0, delta z by delta f by delta z, അപ്പോൾ ഇതിന് നമുക്ക് ലിമിറ്റ് ഡെൽറ്റ z tends to 0, ഡെൽറ്റ എഫ് എന്നുള്ളത് നേരത്തെ എഴുതിയ പോലെ ഡെൽറ്റ യു പ്ലസ് ഐ ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ സെഡ് എന്നുള്ളത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ്. ഇനി നമ്മൾ കൊടുത്ത ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. എന്താ അതിൻ്റെ മീനിങ്? ഡെൽറ്റ സെഡ് എന്ന് നമുക്കറിയാം ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ്. ഈ ഡെൽറ്റ സെഡ് 0 ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ടേംസും 0യിലേക്ക് ടെൻഡ് ചെയ്യണം. ഓക്കെ, ഒന്നുകിൽ ഈ രണ്ട് ടേം 0യിലേക്ക് ടെൻഡ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ രണ്ട് അപ്രോച്ചുകളാണ്. രണ്ട് അപ്രോച്ചിൽ ഒരു അപ്രോച്ച് ഇതാണ്, നമ്മൾ ഡെൽറ്റ വൈ 0 എന്ന് സെറ്റ് ചെയ്യുന്നു. ഡെൽറ്റ വൈ 0 എന്ന് സെറ്റ് ചെയ്തിട്ട് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് എടുക്കുകയാണ്. ഒരു അപ്രോച്ചിൽ ഡെൽറ്റ വൈ ടെൻസ് ടു 0. ഓക്കെ,
ആൻഡ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഓക്കെ, ഡെൽറ്റ എക്സ് വളരെ ചെറുത്, അതേസമയം തന്നെ ഡെൽറ്റ വൈ 0 ആണ്. അപ്പോൾ ഡെൽറ്റ സെഡ് 0 എന്ന് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ സെഡ് 0 എന്ന് എടുക്കാൻ വേണ്ടി ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്തിട്ട് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സെഡ് 0യിലേക്ക് ഈ രണ്ട് അപ്രോച്ചിലും ഡെൽറ്റ സെഡ് 0യിലേക്ക് ടെൻഡ് ചെയ്യും നമുക്കറിയാം. അങ്ങനെ ഡെൽറ്റ സെഡ് 0യിലേക്ക് വരാനുള്ള രണ്ട് അപ്രോച്ചുകളാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഫിഗർ നോക്കൂ. ഫസ്റ്റ് അപ്രോച്ച് ഇതാണ്. ഡെൽറ്റ വൈ 0 എന്ന് സെറ്റ് ചെയ്തു. ഡെൽറ്റ എക്സ് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അത് സെഡ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യാം. എക്സിൽ ചെറിയൊരു ഇൻക്രിമെൻറ്റ്, മനസ്സിലായോ? അല്ലെങ്കിൽ സെഡ് 0യുടെ തൊട്ട് മുമ്പുള്ള പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലുള്ളൊരു പോയിന്റിൽ നിന്ന് സെഡ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യാം, വൈ മാറാതെ. ഓക്കെ, ഡെൽറ്റ വൈ 0 എന്ന് പറഞ്ഞാൽ വൈ മാറാതെ എക്സിലൊരു സ്മോൾ ചേഞ്ച് വഴി സെഡ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ലിമിറ്റ് സെഡ് ടെൻസ് ടു 0 നമുക്ക് അപ്ലൈ ചെയ്യാം. വേറൊരു രീതി എന്നുള്ളത് ഇതാണ്. രണ്ടാമത്തെ അപ്രോച്ച് ഇതാണ്. ഡെൽറ്റ എക്സ് 0 എന്ന് സെറ്റ് ചെയ്തിട്ട് ഡെൽറ്റ വൈ ആക്സിന് പാരലായിട്ട്, അല്ലേ, ഡെൽറ്റ വൈ ഒരു ചെറിയൊരു ഇൻക്രിമെൻറ്റ്, വളരെ വലിയ ഇൻക്രിമെൻ്റ് അല്ല, ചെറിയൊരു ഇൻക്രിമെൻറ്റ് കൊടുക്കാം. അങ്ങനെ ഡെൽറ്റ വൈ ടെൻസ് 0, മനസ്സിലായി, ചെറിയൊരു ചേഞ്ച് ചെയ്തിട്ട് സെഡ് 0യുടെ അപ്രോച്ച് ചെയ്യാം. രണ്ട് അപ്രോച്ചുകളാണ്. ഈ രണ്ട് അപ്രോച്ചുകളും നമ്മൾ ഇക്വേഷൻ 2ൽ അപ്ലൈ ചെയ്യാം. ഈ ഫസ്റ്റ് അപ്രോച്ച് നമ്മൾ ഇക്വേഷൻ 2ൽ അപ്ലൈ ചെയ്യുമ്പോൾ, അപ്ലൈയിങ് ദ ഫസ്റ്റ് അപ്രോച്ച് ഇൻ ഇക്വേഷൻ 2 വി ഗെറ്റ് എഫ് ഡാഷ് സെഡ് ഈസ് ഈക്വൽ ടു, നോക്കൂ, ഫസ്റ്റ് അപ്രോച്ചിൽ ഡെൽറ്റ വൈ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയിപ്പോൾ. ഡെൽറ്റ വൈ 0 ആയതുകൊണ്ട് ആ ടേം 0 ആവും. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ സെഡ് ടെൻസ് ടു 0ന് പകരം നമുക്ക് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതാം. കാരണം അവിടെ നമ്മൾ ഡെൽറ്റ വൈ 0 എന്ന് സെറ്റ് ചെയ്തു, മനസ്സിലായോ? ഡെൽറ്റ വൈ 0 എന്ന് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ഡെൽറ്റ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ചേഞ്ച് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്നാകും. അതേപോലെ ഇവിടെ ഡെൽറ്റ വൈ 0 എന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, എഫ് ഡാഷ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു പ്ലസ് ഐ ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ്. ഈ ലിമിറ്റ് നമുക്ക് രണ്ട് ടേംസിലും കൊടുക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ടേം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് ഞാൻ സ്റ്റെപ്പായിട്ട് കാണിക്കാം. ദിസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്നുള്ളത് ഇതെന്താണ്? ഡി യു ബൈ ഡി എക്സ് ആണ്. ഡി യു ബൈ ഡി എക്സ് ആണ്. സെക്കൻഡ് ടേം എന്താണ്? ഡി വി ബൈ ഡി എക്സ് ആണ്. ഡി ഐ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് അവിടെ വരിക. അപ്പോൾ ഡെൽ യു ബൈ നമ്മൾ ഒരു ടേമിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കല്ലേ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ വൈ 0 അല്ലേ എന്ന് പറഞ്ഞാൽ വൈയെ നമ്മൾ ഫിക്സ് ചെയ്യാണ്, വൈ ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഡെൽ യു ബൈ ഡെൽ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽ വി ബൈ ഡെൽ എക്സ്. ഓക്കെ, ഡെൽ യു ബൈ ഡെൽ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽ വി ബൈ ഡെൽ എക്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. എഫ് ഡാഷ് ഓഫ് സെഡിൻ്റെ ഒരു ഇക്വേഷനാണ്. ഇനി സെക്കൻഡ് അപ്രോച്ചിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി കിട്ടും. അപ്ലൈയിങ് ദ സെക്കൻഡ് അപ്രോച്ച് ഇൻ ഇക്വേഷൻ 2 വി ഗെറ്റ്. സെക്കൻഡ് അപ്രോച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ്. സെക്കൻഡ് അപ്രോച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് അപ്രോച്ചിൽ നമ്മൾ ചെയ്യുന്നത്, നോക്കൂ, ലെറ്റ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്, എക്സ് ചേഞ്ച് വരുന്നില്ല. സെക്കൻഡ് അപ്രോച്ച് ഇതാണ്. എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വൈ ടെൻസ് ടു ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്ന് കൊടുക്കുകയാണ്. ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്തിട്ട് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആണ്. അപ്പോൾ നമുക്കറിയാം
ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്താൽ നമ്മുടെ ഈ ഡിനോമിനേറ്ററിൽ ഇവിടെ 0 വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ആകെ കൂടി ഐ ഡെൽറ്റ വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? ഡെൽറ്റ വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0യ്ക്ക് പകരം ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ്. അതിൽ ഡെൽറ്റ എക്സ് ഓൾറെഡി 0 എന്ന് സെറ്റ് ചെയ്താലോ അവിടെ നമുക്ക് എന്ത് കിട്ടുക? ഐ ഡെൽറ്റ വൈ ഉണ്ടാകും. അപ്പോൾ ആ ടൈം ടെൻസ് ടു 0 ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഡെൽറ്റ ഐ ഡെൽറ്റ വൈ ടെൻസ് ടു 0 വരാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്ന് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഡിനോമിനേറ്ററിൽ ഐ ഡെൽറ്റ വൈ ഉണ്ടാവും, ഇവിടെ ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്ന് കൊടുക്കണം. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദാ ഈ ഫോമിൽ എഴുതാൻ പറ്റും. എഫ് ഡാഷ് സെഡ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ യു പ്ലസ് ഐ ഡെൽറ്റ വി ഡിവൈഡ് ബൈ ഐ ഡെൽറ്റ വൈ. ഇത് ഞാൻ സെപ്പറേറ്റ് ഡിവിഷൻ കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ യു ബൈ ഐ ഡെൽറ്റ വൈ പ്ലസ് ഐ ഡെൽറ്റ വി ബൈ delta y, I delta y. So this is equal to limit delta y tends to 0 1 by I എന്ന് പറഞ്ഞാൽ 1 by I എന്നുള്ളത് ഇത് മൈനസ് ഐ ആണ്. നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. 1 by I ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. 1 by I is equal to 1 by I എന്ത് ചെയ്യണം നമ്മൾ? പ്രോപ്പറാക്കി അല്ലേ? സ്റ്റാൻഡേർഡ് ഫോമിൽ കൊണ്ട് ഐ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ, ഐ കൊണ്ടോ മൈനസ് ഐ കൊണ്ടോ ചെയ്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഐ വരും ന്യൂമറേറ്ററിൽ, താഴെ ഐ സ്ക്വയർ ആണ് വരിക. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ദിസ് ഇസ് മൈനസ് ഐ. അപ്പോൾ 1 by I ഈസ് ഈക്വൽ ടു മൈനസ് ഐ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ 1 by Iക്ക് വരാം മൈനസ് ഐ എന്ന് എഴുതാം. മൈനസ് ഐ ഇൻറ്റു ഡെൽറ്റ യു ബൈ ഡെൽറ്റ വൈ. ഇവിടെ ഐ ക്യാൻസൽ ആയി പോകും, പ്ലസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ വൈ കിട്ടും. അപ്പോൾ രണ്ട് ടേംസിനും സെപ്പറേറ്റ് ഡിവിഷൻ കൊടുക്കുകയാണെങ്കിൽ, സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0, അതെ ഫസ്റ്റ് ടൈമിനാണ് ഐ ഉള്ളത്. അപ്പോൾ ഞാനത് മൈനസ് ഐ ആദ്യം കാണിക്കാം. ഡെൽറ്റ യു ബൈ ഡെൽറ്റ വൈ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ വൈ. അപ്പോൾ ഈ സെക്കൻഡ് ടൈം എന്നുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും പാർഷ്യൽ ഡെറിവേറ്റീവ് ഡെൽ വി ബൈ ഡെൽ വൈ. ഫസ്റ്റ് ടൈം മൈനസ് ഐ ഇൻറ്റു ഇതെന്താണ്? ഡെൽ യു ബൈ ഡെൽ വൈ ആണ്. ഡെൽ യു ബൈ ഡെൽ വൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. എഫ് ഡാഷ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഡെൽ വി ബൈ ഡെൽ വൈ മൈനസ് ഐ ഇൻറ്റു ഡെൽ യു ബൈ ഡെൽ വൈ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. സോ നമ്മളിവിടെ എഫ് ഡാഷ് ഓഫ് സെഡ്, ഈ എഫ് ഓഫ് സെഡിൻ്റെ ഡെറിവേറ്റീവ് രണ്ട് രീതിയിൽ കണ്ടുപിടിച്ചു, രണ്ട് അപ്രോച്ച് വഴി കണ്ടുപിടിച്ചു. ഫസ്റ്റ് അപ്രോച്ചിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് എഫ് ഡാഷ് സെഡ് ഈസ് ഈക്വൽ ടു ഡെൽ യു ബൈ ഡെൽ എക്സ് പ്ലസ് ഐ ഡെൽ വി ബൈ ഡെൽ എക്സ്, ഇക്വേഷൻ 3. അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാണ്. അതുപോലെ സെക്കൻഡ് അപ്രോച്ചിൽ നമുക്ക് കിട്ടിയതാണിത്, എഫ് ഡാഷ് ഓഫ് സെഡിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ആ പേജുകളിൽ നിന്ന് ഞാൻ ഇവിടേക്ക് എടുത്തെഴുതിയതാണത്. ഇക്വേഷൻ 3 ഇക്വേഷൻ 4. ഇനി നോക്കൂ, നമ്മൾ രണ്ട് അപ്രോച്ചുകളിൽ എഫ് ഡാഷ് ഓഫ് സെഡ് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ നമ്മൾ ആ ലിമിറ്റ് രണ്ട് രീതിയിൽ രണ്ട് അപ്രോച്ചിലൂടെ ആ ലിമിറ്റ് അപ്ലൈ ചെയ്തു. സിൻസ് ദ ലിമിറ്റ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് പെർട്ടിക്കുലർ അപ്രോച്ച് ടു ദ പോയിന്റ് Z0. അപ്പോൾ Z0നെ എക്സ് ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നോ വൈ ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് അതൊരിക്കലും ആ ലിമിറ്റിനെ ബാധിക്കാൻ പാടില്ല. ലിമിറ്റ് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, എഫ് ഓഫ് സെഡിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ടേംസും ഈക്വൽ ആയിരിക്കണം. ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം ഐഡൻറ്റിക്കൽ ആയിരിക്കണം. അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസിനെ വേറെ ഇത് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കറിയാം റിയൽ ടേംസ് ഒരിക്കലും ഇമാജിനറി ടേം ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് വൈസ് വേഴ്സ തിരിച്ചും പറ്റില്ല. അപ്പോൾ നോക്കൂ, റിയൽ ടേം ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഇവിടുത്തെ റിയൽ ടേം ഡെൽ യു ബൈ ഡെൽ എക്സ് ആണ്, ഇവിടുത്തെ റിയൽ ടേം ഡെൽ വി ബൈ ഡെൽ വൈ ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻ്റെ റിയൽ ടേംസ് അല്ലെങ്കിൽ റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഡെൽ യു ബൈ ഡെൽ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽ വി ബൈ ഡെൽ വൈ എന്നാണ് കിട്ടുക. ഓക്കെ, ഒരു കണ്ടീഷൻ ഇക്വേഷൻസിൻ്റെ ഇക്വേഷൻ 3യുടെയും ഇക്വേഷൻ 4ൻ്റെയും
ഇമാജിനറി പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ കൂടെയുള്ള പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഡെൽ വി ബൈ ഡെൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എടുക്കണം, മൈനസ് ഡെൽ യു ബൈ ഡെൽ വൈ എന്ന് കിട്ടും. ഡെൽ വി ഞാൻ അടുത്ത പേജിൽ എഴുതാം. ഡെൽ വി ബൈ ഡെൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു ബൈ ഡെൽ വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസിനെയാണ് ഞാൻ ഇക്വേഷൻ, ഇതിനെ 6 എന്ന് മാർക്ക് ചെയ്യാം, മറ്റേത് ഇക്വേഷൻ 5 ആണ്. ഇക്വേഷൻ 5 ആൻഡ് 6, ഇക്വേഷൻസ് 5 and 6 are known as the famous Cauchy-Riemann conditions. ഞാൻ ആ കണ്ടീഷൻസ് ഒന്ന് ഓർഡർ ആയിട്ട് എടുത്ത് എഴുതാണ്. ഇതാണ് ഫേമസ് കോഷി-റീമൻ കണ്ടീഷൻസ്. ഇത് പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ എഴുതി പഠിക്കുക. ഇതാണ് കോഷി-റീമൻ കണ്ടീഷൻസിൻ്റെ ഡെറിവേഷൻ. താങ്ക് യു.